നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്പയാർ കനോലി കനാലിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വടനപ്പള്ളിയിൽ അനുമതിയില്ലാതെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിമ നിർമ്മിക്കാൻ ശ്രമിച്ചത് UDF പ്രവർത്തകർ തടഞ്ഞു. തൃപ്പയാർ ശ്രീരാമ പോളിടെക്നിക് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്പയാർ കനോലി കനാലിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. തൃപ്പയാർ NES കോളേജിന് തെക്ക് ഭാഗം ചന്തക്കടവ് ഭാഗത്താണ് ശനിയാഴ്ച രാവിലെ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് സ്വദേശി 24 വയസ്സുള്ള മഞ്ജു ആണ് മരിച്ചത്. ചന്തക്കടവിന് സമീപം സ്വകാര്യ ആയുർവേദ റിസോർട്ടിൽ 2 ദിവസം മുൻപ് കൂട്ടുകാരിയുമൊത്ത് ജോലിക്കെത്തിയതായിരുന്നു മഞ്ജു. ജോലിക്കിടയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ മഞ്ജുവിനെ കാണാതായി. തുടർന്ന് റിസോർട്ട് അധികൃതർ വലപ്പാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ശനിയാഴ്ച രാവിലെയോടെയാണ് സമീപത്തെ പുഴയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വടനപ്പള്ളിയിൽ അനുമതിയില്ലാതെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിമ നിർമ്മിക്കാൻ ശ്രമിച്ചത് UDF പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നാഷണൽ ഹൈവേയുടെ കൈവശത്തിലുള്ള ഭൂമിയിൽ അനുമതി വാങ്ങാതെ പ്രതിമ വയ്ക്കാനുള്ള ശ്രമം ഈ വിവരം അറിഞ്ഞെത്തിയ UDF പ്രവർത്തകർ തടയുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരണകാലത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ വയ്ക്കുന്നത് UDF ഭരണസമിതി തീരുമാനമെടുത്തപ്പോൾ LDF ഇടപെട്ട് തടഞ്ഞിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തിരക്കിട്ട് പ്രതിമ പണിക്ക് ശ്രമം ആരംഭിച്ചത്. ഈ പ്രവൃത്തിക്ക് എതിരെ UDF പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയും വടനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ സമരവും നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷരീഫ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, UDF കൺവീനർ PA സിദ്ദിഖുൽ അക്ബർ, PD ബെന്നി എന്നിവർ സംസാരിച്ചു. UDF നേതാക്കളായ KV സിജിത്ത്, AA മുഹമ്മദ് ഹാഷിം, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ അശോകൻ, RA നാസർ, സുനിൽ വാലത്ത്, VM മുഹമ്മദ് സമാൻ, IP പ്രഭാകരൻ, AH ഹർഷാദ്, ഹംസ, NJ സേവിയർ, AM ഹർഷാദ്, മോഹനൻ വെണ്ണാരത്തിൽ, താഹിറ സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. ഒരു ശില്പവും ഒരു ക്ലോക്ക് ടവറും ഉണ്ടാക്കാൻ തീരുമാനിച്ച് പണി തുടങ്ങുന്ന അന്ന് സമരം നടത്തിയ നാറികളാണ് വാടാനപ്പള്ളിയിൽ ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? UDF ഭരിക്കുമ്പോ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ടാക്കി ക്ലോക്ക് ടവർ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് ആ പണി നിർത്തിവെച്ച വാടാനപ്പള്ളിയിലെ CPM എന്ന ആ ടീമാണ് ഇപ്പോ ആർക്കും വേണ്ടാത്ത ഒരു പ്രതിമ ഉണ്ടാക്കാൻ 5 ലക്ഷം രൂപ കൈവശമുള്ള ഇപ്പോഴത്തേക്കാണോ 5 ലക്ഷം രൂപ. ആലപ്പാട് പുത്തൻതോട് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ആലപ്പാട് കോൾപ്പടവ് മോട്ടോർ ഷെഡിന് സമീപത്ത് പുത്തൻതോട് പാലത്തിനടിയിൽ ആലപ്പാട് കോൾപ്പടവിലെ കർഷകർക്കും നാട്ടുകാർക്കും സൗകര്യപ്രദമായ രീതിയിൽ കരുമാരശ്ശേരി ശശി നിർമ്മിച്ച പശ്ചാത്തല സൗകര്യങ്ങൾ നാടിന് സമർപ്പിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വളരെ സൂക്ഷ്മമായി ഓരോ പ്രശ്നങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന് അദ്ദേഹത്തിന് കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി വന്നിട്ടുള്ള ഒരാളാണ് ശശിയേട്ടൻ. എനിക്ക് ശശിയേട്ടനായിട്ട് കുറച്ച് കൂടുതൽ കാലത്തെ ബന്ധമുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ ഒരു സ്വാഭാവികമായും പലപ്പോഴും ബന്ധപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരാളും കൂടിയാണ്. ആലപ്പാട് പുള്ള സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ശേഖേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV ഇന്ദുലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തിലകൻ, വാർഡ് മെമ്പർ ഷില്ലി ജിജിമോൻ, ബാങ്ക് ഭരണസമിതി അംഗം പുരുഷോത്തമൻ ചെമ്പകശ്ശേരി, കോൾപ്പടവ കൺവീനർ KR സുരേഷ് ബാബു, കോൾപ്പടവ മുൻ കൺവീനർ KK ബാബു, ജോയിന്റ് കൺവീനർ NR സന്തോഷ്, NP ജിനേഷ് എന്നിവർ സംസാരിച്ചു. ഈ പദ്ധതി ആദ്യമായി എന്നെ സമീപിച്ചത് പഴയ അടശേര കമ്മിറ്റി കൺവീനറായിരുന്ന ശ്രീ ബാബുവും മെമ്പറായിരുന്ന പ്രദീപും കൂടിയായിരുന്നു. എനിക്ക് തോന്നിയത് നല്ലൊരു കാര്യമാണെന്ന്. അതുകൊണ്ട് ഞാൻ ഉടനെ അതിന്
രണ്ടാമത് ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ഇത് ചെറിയൊരു കാര്യമാണെങ്കിലും ആലപ്പാട് കൺസ്ട്രക്ഷൻസ് വലിയ കെട്ടിടങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ ചെറിയൊരു പരിപാടി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന എനിക്ക് ജാള്യത ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത് സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. താങ്ക് യു മിസ്റ്റർ മനോജ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നൂറുകണക്കിന് അടിപ്പാലങ്ങൾ, ഉപയോഗശൂന്യമായി കിടക്കുന്ന അടിപ്പാലങ്ങൾ, വൃത്തിഹീനമായി കിടക്കുന്ന അടിപ്പാലങ്ങൾ, അത് എല്ലാം ഉദ്ധരിച്ച് അവ നാട്ടുകാർക്കും ഉപയോഗപ്രദമായ രീതിയിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ PWDയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ച് അതിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി ഒരു സൈലന്റ് റെവല്യൂഷൻ നാന്ദി കുറിച്ചിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടനപ്പള്ളി യൂണിറ്റിന്റെ 5ാമത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പി പങ്കജം ടീച്ചറുടെ വസതിയിൽ നടത്തിയ കുടുംബസംഗമം KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MP മധു ഉദ്ഘാടനം ചെയ്തു. MN മണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ജോയിന്റ് സെക്രട്ടറി KN വിമല ടീച്ചർ, യൂണിറ്റ് സെക്രട്ടറി NK ലോഹിതാക്ഷൻ, പ്രസിഡന്റ് KG വിജയലക്ഷ്മി ടീച്ചർ, രക്ഷാധികാരി പങ്കജം ടീച്ചർ എന്നിവർ സംസാരിച്ചു. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ടുള്ള വേദികളായിട്ടാണ് ഈ കുടുംബ സംഗമങ്ങളെ നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം തന്നെ സംഘടന ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അംഗങ്ങൾക്ക് ബോധിപ്പിക്കാനായിട്ട്. അപ്പോൾ പൊതു മീറ്റിങ്ങുകളിൽ വരാൻ പറ്റാത്തവരുടെ ഇടയിലേക്ക് സംഘടന ഇറങ്ങിച്ചെല്ലുന്ന അവസ്ഥ, അതാണ് കുടുംബയോഗങ്ങളുടെ പ്രാധാന്യം. ഇവിടെ നമ്മൾ ഇക്കൊല്ലം പ്രത്യേകമായിട്ടും എടുത്തു പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് മസ്റ്ററിംഗ് നടത്തേണ്ട പ്രാധാന്യം. കേരള ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷന്റെ ചാവക്കാട് താലൂക്ക് സമ്മേളനം നാട്ടിക സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ചേർന്നു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KK കിരൺ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജൻ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താലൂക്ക് സെക്രട്ടറി PM മധുലാൽ, ട്രഷറർ സുബിൻ മിസ്റ്റർ സാബു AJ, ജില്ലാ പ്രസിഡന്റ് VS ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി TK മാർട്ടിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവ് കാരയിൽ, ജില്ലാ ട്രഷറർ പ്രശാന്ത് മോഹൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോയ്സൺ, ഷാജു, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പ്രവീൺ CB, താലൂക്ക് വൈസ് പ്രസിഡന്റ് രാജേഷ് P, ജില്ലാ ഓഡിറ്റർ ഷാജൻ MJ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങളുടെ താലൂക്കിൽ 178 പെരുന്തൽമണ്ണ താലൂക്കാണ് എൻ്റെ താലൂക്ക്. 178 മെമ്പർമാരുണ്ട്. ഇതിൽ 55 വയസ്സിന് മേലുള്ള ഒരാള് മെമ്പറുള്ളൂ. 45 വയസ്സിൻ്റെ മുകളിലുള്ള ഒരു 5 പേരുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ 25 35 ഇടയിലുള്ള ആളുകളാണ്. അങ്ങോട്ടൊക്കെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇവരെ കൊണ്ട് കൊടുക്കും. കാരണം ഫുള്ള് ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രോഗ്രാം വെച്ചാൽ മൊബൈലുമായി കളിച്ചെടുക്കുക. കാരണം ഒന്നും ഇവരെന്തിനാ വരുന്നു എന്ന് അറിയില്ല. മെമ്പർമാർ കുറേ ഉണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സമ്മേളനത്തിൻ്റെ ഒരു ഫീല് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടി. അത് നമ്മുടെ അസോസിയേഷനിലൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചിത്രപ്പന്നി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തൃശൂർ സെൻട്രൽ സഹോദയ വോളിബോൾ ടൂർണമെന്റ് അരങ്ങേറി. മുൻ ദേശീയ വോളിബോൾ താരവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ ക്യാപ്റ്റനുമായിരുന്ന PV വിപിൻ ഉദ്ഘാടനം ചെയ്തു. SN ENC ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് രാജ്കുമാർ കരുവത്തിൽ അധ്യക്ഷനായി. യോഗത്തിൽ SN വിദ്യാഭവൻ സ്കൂൾ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, SN ENC ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, ട്രഷറർ TS വിജയരാഘവൻ, SN ENC ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ PT സുരേഷ് ബാബു, ഡാനിഷ് എന്നിവർ സംസാരിച്ചു. കലാപരമായും കായികപരമായും ഉന്നതിയിൽ നിൽക്കുന്ന ഈ സ്കൂളിൽ വെച്ച് തന്നെ ഇത്തരമൊരു ടൂർണമെന്റ് നടക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാ സ്കൂളുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ഇതിൽ എത്തിച്ചേരാൻ സാധിക്കും. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ടീമുകൾ വോളിബോളിലുണ്ട്. ഇപ്പം KCB ആയാലും കസ്റ്റംസ് ആയാലും പിന്നെ കൊച്ചുമ്പോർക്കുണ്ട്,
ഇന്ത്യൻ കസ്റ്റംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടീമും കേരളത്തിലുണ്ട്. പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ റെയിൽവേസ് ഉണ്ട്. റെയിൽവേ കുറച്ച് നല്ല ടീമും സദേണാണെങ്കിലും നോർത്ത് സൈഡിലേക്കൊക്കെ ഒരുപാട് റെയിൽവേ ടീമുകളുണ്ട്. അതൊക്കെ കിട്ടാനും ഒരുപാട് ചാൻസ് കൂടുതലാണ്. നമ്മളെ മലയാളീസ് ഒരുപാട് അവിടെ. തൃപ്രയാർ സെയിന്റ് ജൂഡ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻസിലുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുന്നു. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി, കൈക്കാരന്മാരായ ഷൈജൻ, സോബി, തിരുനാൾ ജനറൽ കൺവീനർ ഡിക്സൺ എന്നിവർ നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5:30 ലതീഞ്ഞ്, വിശുദ്ധ കുർബാന, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. ഒക്ടോബർ 25-26 തീയതികളിലാണ് വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വികസന സദസ്സ് സംഘടിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വികസന സദസ്സ് സംഘടിപ്പിച്ചു. എടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന വികസന സദസ്സ് ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് റിസോഴ്സ് പേഴ്സൺ IP പീതാംബരൻ, ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ് എന്നിവർ അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR നിഖിൽ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ദൂരവ്യാപകമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നതുൾപ്പെടെ നമ്മുടെ ഈ അടുത്ത കാലത്ത് തൊട്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ചേർന്ന് തന്നെ നിയമനിർമ്മാണത്തിന് വേണ്ടി മാത്രമായിരുന്നു. ആ നിയമനിർമ്മാണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, നമുക്കിപ്പോൾ ഉപഗ്രഹ സർവേ നടത്തി ഭൂമി തിട്ടപ്പെടുത്തുമ്പോൾ ആ ഭൂമിയിൽ എന്ത് ചെയ്യണം കൂടുതൽ വന്നാൽ എന്നുള്ളത് വലിയ വിഷയമായിരിക്കും. അതിവിടെ മാത്രമല്ല, പത്തനംതിട്ട, ഇടുക്കി, മറ്റു പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം വളരെ ഗുരുതരാവസ്ഥയാണ്. ഇപ്പോൾ കേരളത്തിലുള്ള അങ്ങനെ അധിക ഭൂമി ഉണ്ടെങ്കിൽ അത് ഉടമയ്ക്ക് നൽകാൻ വേണ്ടിയുള്ള നിയമങ്ങൾ പാസ്സായി. അതിൻ്റെ ഗസറ്റ് ഞാൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. വലിയ ആശ്വാസം നൽകുന്ന പദ്ധതിയാണ്. രണ്ടാമത്, ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ. കോവിഡ് വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ, വീട്ടിൽ അസുഖം വന്നപ്പോൾ, കല്യാണത്തിന് തിരിച്ചടയ്ക്കുന്ന ലോൺ കൊടുക്കേണ്ടി വന്നപ്പോഴൊക്കെ നമ്മുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സ്ഥിതി വന്നു. എത്ര ആളുകളാണ് ഈ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് പലപ്പോഴും വരുന്നവയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇത് സംബന്ധിച്ച് വലിയ വിഷമം സൃഷ്ടിച്ചൊരു സാധനം. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്.
Sparsha Ayurvedic Clinic and Ayurvedic Beauty Parlor near South Petrol Pump, Tripura. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സംഘടന, മാതൃസംഗമം എന്നിവയുടെ വാർഷിക പൊതുയോഗവും PTA പ്രസിഡന്റ് രമേശ് പള്ളത്തിന് സ്നേഹാദരവും നൽകി. SNDP യോഗം സ്കൂൾ ആൻഡ് SN ട്രസ്റ്റ് സ്കൂൾ എഡ്യൂക്കേഷണൽ സെക്രട്ടറി EG ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ സിന്ധു S, ഹെഡ്മാസ്റ്റർ CS ദിലീപ് കുമാർ, SNDP യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ, SNDP യോഗം കഴിമ്പ്രം നോർത്ത് ശാഖ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, E പ്രസാദ് എന്നിവർ സംസാരിച്ചു. സ്കൂളിന്റെ വളർച്ചയ്ക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ PTA പ്രസിഡന്റ് രമേശ് പള്ളത്തിനെ എഡ്യൂക്കേഷൻ സെക്രട്ടറി EG ബാബു ആദരിച്ചു. PTA, MPTA അംഗങ്ങളും പ്രസിഡന്റിന് ആദരവുകൾ നൽകി. ചടങ്ങിൽ വെച്ച് ഡോക്ടർ ഹനീഷ് ബാബു വാഴപ്പള്ളി സ്കൂളിന് ഓഫീസ് പ്രവർത്തനങ്ങൾക്കായി ഇൻവെർട്ടർ സമ്മാനമായി നൽകി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പുതിയ 21 അംഗ PTA കമ്മിറ്റിയും 7 അംഗ മാതൃസംഗമം കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി നിലവിലെ വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്തിനെയും, വൈസ് പ്രസിഡന്റായി ഷിസ്മ പ്രശാന്തിനെയും, മാതൃസംഗമം പ്രസിഡന്റായി അശ്വതി ഷഞ്ജിത്തിനെയും, വൈസ് പ്രസിഡന്റായി നിഖിതയെയും തെരഞ്ഞെടുത്തു. ഈ നാട്ടിലെ രക്ഷാകർത്താ സുഹൃത്തുക്കൾ എക്കാലവും അങ്ങനെയായി. ഞാനിവിടെ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ സദസ്സിന് പിന്നിലായി കാണുന്ന കുമാരനാശാൻ സ്മാരക ഗവേഷണ ലൈബ്രറി എന്ന പേരിട്ടിരിക്കുന്ന ഈ ലൈബ്രറി മന്ദിരം ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് 12,644 പൊതുവിദ്യാലയങ്ങളുള്ളതിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു സ്ഥാപനം അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതാണ് കഴിമ്പുറത്തെ രക്ഷാകർത്താക്കൾ. ആ ഒരു വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ അധ്യാപകർ ഉണ്ടാക്കുന്ന, അധ്യാപകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്കാഡമിക് പ്രവർത്തനമായാലും, എല്ലാവരും ചേർന്ന് നടത്തുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളായാലും, ഏതെങ്കിലും മഹത്തായ നേട്ടങ്ങളായാലും അത് ആഘോഷിക്കുമ്പോൾ അധ്യാപകർക്ക്, പ്രഥമ അധ്യാപകർക്കൊക്കെ ഉണ്ടാകുന്ന വൈകാരികതയുടെ അപ്പുറത്ത് ആഘോഷം സംഘടിപ്പിക്കുന്നവരാണ് ഇവിടുത്തെ PTA. രമേശൻ പറയാത്തൊരു കാര്യമാണ്, യുവജനോത്സവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ 1ാം സ്ഥാനമൊക്കെ ഏതെങ്കിലും ചെറിയ പോയിന്റ് നഷ്ടമായാൽ അവിടെ വന്നിരിക്കുന്ന മുഴുവൻ വിദ്യാലയത്തിൻ്റെ ആളുകളുമായിട്ട് അടിയുണ്ടാക്കാൻ പോലും മടിയില്ലാത്ത രീതിയിൽ. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള കലോത്സവം ഹൃദ്യം 2025 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരുടെ കല പുറത്ത് പ്രകടിപ്പിക്കാറുണ്ട്. പൊതുവെ കുറച്ച് വൈകി നമ്മൾ 10 മണിക്ക് നടത്താമെന്ന് വിചാരിച്ച പരിപാടി വൈകി. അപ്പോൾ കുട്ടികളൊക്കെ കുറേ നേരമായി ഇവിടെ വന്നിട്ട്, അപ്പോൾ ഇവിടെ ഒരു സംസാരത്തിൻ്റെ പ്രസക്തി ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കുട്ടികൾ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് ഇവരെ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് നമ്മളുടെ മക്കളെ. അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രത്യേക പരിഗണന നൽകേണ്ട കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട്.
അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത് അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ TS സൂര്യമോൾ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും 2ാം വാർഡ് മെമ്പറുമായ ജ്യോതിരാമൻ, വാർഡ് മെമ്പർമാരായ ലീന മനോജ്, മിൽന സ്മിത്ത്, മിനി ആൻഡോ, രഞ്ജിത്ത് കുമാർ TP, സരിത സുരേഷ്, അനിത ശശി, ശാന്ത സോളമൻ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ വർണ്ണാഭമായ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ ആനുവൽ സ്പോർട്സ് ഡേ നടന്നു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മെമ്പർ KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. മാനേജർ IT മുഹമ്മദ് അലി ദീപശിഖ ഉയർത്തി. സ്പോർട്സ് ക്ലബ്ബ് ലീഡർ വൈഭവ് NS പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചെയർമാൻ ഷൗക്കത്ത് അലി MA, ട്രഷറർ EA ഹാരിസ്, പ്രിൻസിപ്പൽ ഗെയ്നി മൈക്കിൾ, വൈസ് പ്രിൻസിപ്പൽ സുബിത CS, സ്കൂൾ ലീഡർ മുഹമ്മദ് നിഹാൽ, ഹെഡ് ഗേൾ അമീഷ ഇഷാക്ക്, കോർഡിനേറ്റർമാർ, പ്രോഗ്രാം കോർഡിനേറ്റർമാർ എന്നിവർ സംസാരിച്ചു. കായികമേളകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കായികമേള നടക്കുന്നത് തന്നെ നമ്മുടെ ഉപരി മത്സരങ്ങൾക്ക് പോകാനുള്ള കായിക താരങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് നല്ല മത്സരം കാഴ്ചവെക്കുക, നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടിയുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഉപരി മത്സരങ്ങൾക്ക് പോകാനുള്ള അർഹത നേടുക എന്നതാണ്. അപ്പോൾ അതൊരു നല്ല രീതിയിൽ ആ മത്സരം നടത്തി അറിയുന്ന നമ്മുടെ കഴിവുകൾ തെളിയിക്കണം. അതുകൂടാതെ നമ്മൾ ഈ മത്സരത്തിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അല്ല വിഷയം, അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പങ്കെടുക്കുന്നത് മാത്രമല്ല, പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡി പിന്നെ നന്നായി ഫ്ലെക്സിബിൾ ആവും. ഒരു സ്പോർട്സിൽ ഏതെങ്കിലും ഒരു ഈവൻറ്റിൽ പങ്കെടുക്കുക, അതിന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നമ്മൾ സ്പോർട്സ് വരുമ്പോൾ ഉള്ളൊരു പ്രാക്ടീസ് മാത്രം പോരാ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ കുടുംബയോഗം നടന്നു. എടമുട്ടം കോലാന്ത്ര പ്രീത രമേശിന്റെ വസതിയിൽ നടന്ന കുടുംബയോഗം KSSPU ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CK മധു അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NR പ്രകാശൻ, ED ആശാലത, പ്രീത രമേശ്, TMC രാജൻ, PV സുഷമ, KV ജയൻ, MG സന്തോഷ്, സജിത, MV രാധാകൃഷ്ണൻ, NK അശോകൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ലക്കി ഡിപ്പ് ക്വിസ് മത്സരവും നടന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അർഹമായ കാര്യങ്ങൾക്ക് വേണ്ടി അംഗങ്ങളുടെ പരിപൂർണ പിന്തുണയോട് കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന് കൃത്യമായിട്ടും എല്ലാ വർഷവും എല്ലാ യൂണിറ്റുകളും അവരുടേതായിട്ടുള്ള കണക്കുകൾ തയ്യാറാക്കുന്നുണ്ട്, ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. തൃപ്പയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും നാട്ടികയിലെ SN കോളേജ്, SN ഗുരു കോളേജ്, IHRD എന്നീ കലാലയങ്ങളിലും SFI വിജയിച്ചിരുന്നു. വിജയത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ തൃപ്പയാർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. SFI സംസ്ഥാന കമ്മിറ്റി അംഗം BS ജോത്സ്ന ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി അലോക് മോഹൻ, പ്രസിഡന്റ് MS ഹിജാസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാലിഖ് ഫസലുദ്ദീൻ, KS പ്രവീൺ, M ഫാത്തിമ സനം, നൈമ മുഹമ്മദ്, ഗോപിക നന്ദന, അനന്തു രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ മാസ്റ്റർ, TS മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. M അനന്തകൃഷ്ണൻ ചെയർമാൻ, KR സഞ്ജയ് ജനറൽ സെക്രട്ടറി, KS അനുപ്രിയ ലേഡി വൈസ് ചെയർമാൻ, T അഭിജിത്ത് വൈസ് ചെയർമാൻ, TA വിഘ്നേഷ് PUC, PM ലാസിം മാഗസിൻ എഡിറ്റർ, VK നിഖില ആർട്ട് സെക്രട്ടറി എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്നേ വരെ ഒരു വർഗീയത പറയുന്ന RSSനെയും ABVPനെയും അതേപോലെ തന്നെ MSFനെയും ഈ ക്യാമ്പസിനകത്ത്
വിദ്യാർത്ഥികളിലേക്കിടയിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് SFI ആകെ തകർത്ത് കളയാനുള്ള ശ്രമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളടക്കം നടത്തുമ്പോഴും എന്തുകൊണ്ടാണ് SFI വിദ്യാർത്ഥികൾ ഇത്രമാത്രം നെഞ്ചിലേറ്റുന്നത്? ഇതൊരു പോരാട്ടത്തിന്റെ ചരിത്രമാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. വലപ്പാട് ബീച്ച് കൊടിയമ്പുഴ ഹാളിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മളിവിടെ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ ആടുകളൊന്നുമല്ല നമ്മുടെ ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത്. നമ്മളെ കുട്ടികൾക്കായി ഇന്നൊരു ദിവസം മാറ്റിവെക്കുന്നു. അതാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിന്റെ വലിയ സവിശേഷത. കാരണം നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ചിട്ടയും വട്ടങ്ങളും ഉള്ള പോലെ അവരോട് നമ്മൾക്ക് പറയാം, അല്ലെങ്കിൽ അതുപോലെ അനുസരിപ്പിക്കാൻ നമുക്കൊന്നും സാധ്യമല്ല. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാല അളവിനുള്ളിൽ നിങ്ങളോട് അടുത്ത് ഇടപെടുകയാണ്. വൈസ് പ്രസിഡന്റ് VR ജിത്ത അധ്യക്ഷനായി. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധീർ പട്ടാലി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലിക ദേവൻ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളായ KA തപതി, സിജി സുരേഷ്, EP അജയ് ഘോഷ്, BK മണിലാൽ, ജ്യോതി രവീന്ദ്രൻ, രശ്മി ഷിജോ, മണി ഉണ്ണികൃഷ്ണൻ, വൈശാഖ് വേണുഗോപാൽ, അനിത കാർത്തികേയൻ, അനിത ത്രിദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ വിഭിന്നശേഷിക്കാരായ 50ഓളം പ്രതിഭകൾ കലോത്സവത്തിൽ ആടിയും പാടിയും പ്രച്ഛന്ന വേഷധാരികളായും ചിത്രങ്ങൾ വരച്ചും ശാരീരിക മാനസിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് കഴിവ് തെളിയിച്ചു. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി TMC ശിവരാമന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ ചടങ്ങ് അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ വെച്ച് നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. KC ഇന്ദുലാൽ അധ്യക്ഷനായി. KV ഹിരൺ, MB സുരേഷ്, AG സുഭാഷ്, കിഷോർ വാഴപ്പള്ളി, രാജൻ പട്ടാട്ട്, VR മോഹൻദാസ്, വസന്ത ദേവലാൽ, സീന കണ്ണൻ, സുജിന്ത് പുല്ലാട്ട്, വിനു പട്ടാലി, മുബീഷ് പനക്കൽ, PK ശശിധരൻ എന്നിവർ സംസാരിച്ചു. അനുസ്മരണ വേദിയിൽ TMC ശിവരാമന്റെ ഭാര്യ നളിനി ശിവരാമൻ പങ്കെടുത്തു. KP ജെയിൻ, സുനിൽ അന്തിക്കാട്ട്, റഹ്മത്ത് അലി, TMC സോളമൻ, PK സുനിലൻ, TMC രാജൻ എന്നിവർ നേതൃത്വം നൽകി. താനെ ഗ്രാമപഞ്ചായത്ത് 2025-26 പ്രൊജക്ടിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ ആരംഭിച്ചു. 50,000 രൂപ ഫണ്ട് ഉപയോഗപ്പെടുത്തി 29 കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വാർഡ് മെമ്പർ മീന സുനിൽ, നിർവഹണ ഉദ്യോഗസ്ഥ ബിന്ദു ടീച്ചർ, മണപ്പുറം CFO ഫിഡൽ രാജ്, അക്കാദമി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്കുള്ള നീന്തൽ ഉപകരണങ്ങളും വിതരണം ചെയ്തു. അത് നമ്മൾ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് മാറ്റിവെക്കാറുണ്ട്. അതുമാത്രമല്ല, കുട്ടികൾക്ക് ഫർണിച്ചർ, ലാപ്ടോപ്പ്, ഉപരിപഠനം നടത്തുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, പഠനമുറി, അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മൾ കുട്ടികൾക്കായിട്ട് വകയിരുത്താറുണ്ട് ഫണ്ട്. കുട്ടികളെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കുറേയേറെ കുട്ടികൾക്ക് മടി പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് 15 ദിവസമായാലും നമ്മുടെ രക്ഷിതാക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം
ഈ 15 ദിവസം അവരെ കൊണ്ടുവരുന്നതിനും പോകുന്നതിനും നമ്മൾ ഇവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കണം. ആ നേരം എല്ലാവരും വിചാരിക്കും വീട്ടിൽ TV കണ്ടിരിക്കാലോ എന്നുള്ള മനോഭാവത്തിൽ പല അമ്മമാരുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ മക്കളുടെ കലാപരമായും കായികപരമായുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ മുന്നോട്ട് വന്നതിൽ ആദ്യം തന്നെ അഭിനന്ദിക്കുക. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ ആരോഗ്യ ഉപകേന്ദ്രം കെട്ടിടത്തിന് ശിലയിട്ടു. പടിഞ്ഞാറേക്കൂറ്റ് വിശ്വനാഥൻ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് 55,50,000 രൂപ ചിലവിട്ട് ആരോഗ്യ ഉപകേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കുന്നത്. ഇ.ടി. ടൈസൺ MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, ഹേമലത രാജുക്കുട്ടൻ, സായിദ മുത്തുക്കോയ തങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, ആർദ്രം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജിത്ത്, മെഡിക്കൽ ഓഫീസർ, ആരോഗ്യ പ്രവർത്തകർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ തടസ്സങ്ങളൊക്കെ നീക്കി നമുക്ക് ചെയ്യാൻ കഴിയുമെന്നൊരു വിശ്വാസം. ഇവിടെയാണെങ്കിൽ നമുക്ക് സ്ഥലം പടിഞ്ഞാറേക്കൂറ്റ് വിശ്വനാഥൻ എന്ന് പറയുന്ന ആളുടെ വഴി ലഭ്യമായിരുന്നു. മാത്രമല്ല നമുക്ക് ഫണ്ടും ലഭിച്ചിട്ടുണ്ട് അല്ലേ. 55 ലക്ഷം ഗഡുക്കളായി കിട്ടാവുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ, ആരോഗ്യ സംരക്ഷണത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സബ് സെൻ്റർ ഉണ്ടാക്കാൻ എളുപ്പം കഴിയുന്ന സ്ഥിതിയുണ്ട്. അത് നമുക്ക് മറ്റ് നൂലാമാലകളൊന്നുമില്ലാതെ വേഗത്തിൽ തീർക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പെരിഞ്ഞനം പഞ്ചായത്തിലുള്ളൊരു പ്രത്യേകത CHC കൂടെ ഉൾപ്പെടെയുള്ള പ്രദേശമാണ് അല്ലേ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുള്ള പ്രദേശമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നന്നായി വരേണ്ടതാണ് കാര്യങ്ങളെല്ലാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്പയാർ കനോലി കനാലിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വടനപ്പള്ളിയിൽ അനുമതിയില്ലാതെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിമ നിർമ്മിക്കാൻ ശ്രമിച്ചത് UDF പ്രവർത്തകർ തടഞ്ഞു. തൃപ്പയാർ ശ്രീരാമ പോളിടെക്നിക് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.